ഒരു മാസം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കൊടുത്തിട്ട് 10 ദിവസം എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. മേലോട്ട് വരുന്ന ഇലകളിൽ നല്ല പച്ചിപ്പും ഇതും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പേര് ജയനാരായണൻ. ഞാൻ വയനാട് ജില്ലയിലെ തരുവണ ഗ്രാമത്തിലാണ്. APKS ഓർഗാനിക്സിൻ്റെ അഭിമാനാണ് ഞാൻ ഒരു തവണ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 2-3 വർഷമായി കപ്പ ചെയ്യുന്നത്. അതിൽ ഇപ്പം ചെയ്തത് ഇതാ 3 മാസമായിട്ടുണ്ട്. ഒരു മാസം ആയപ്പോൾ തന്നെ ഞാൻ അഭിമാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നല്ലൊരു ഇലയൊക്കെ നല്ല പച്ച കളറും നല്ലൊരു ഇത് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് വാഴക്കൃഷിയാണുള്ളത്, പിന്നെ കുറച്ച് നെൽകൃഷിയുണ്ട്. ഇത് 1600 മൂടാണ് ഞാൻ വെച്ചിരുന്നത്. അതിൽ 200 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ അഭിമാനാണ്. എല്ലാ ചുവട്ടിലും ഓരോ ലിറ്ററാണ് ചുറ്റിലുമായിട്ട് ഒഴിച്ചു കൊടുത്തത്. ഇത് ഈ അഭിമാൻ്റെ ഇത് കൊടുക്കുന്നതിൻ്റെ മുമ്പേ ഏകദേശം എല്ലാ ഇലകളിലും ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കണ്ടുകൊണ്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ടൊരു 10 ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ഇലകളിലൊന്നും പിന്നെ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം കൂടുതലായി, എന്നാലും നല്ല ഇലയൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കൊടുത്തിട്ട് 10 ദിവസം എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. മേലോട്ട് വരുന്ന ഇലകളിൽ നല്ല പച്ചിപ്പും ഇതും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ആരോഗ്യമുള്ള 2 ഇത് മാത്രം നിർത്തിയിട്ട് ബാക്കി വരുന്ന അടിയിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ കിളിർപ്പുകളൊക്കെ തട്ടിക്കളയണം, ഒഴിവാക്കി കളയണം. ഓർബിക്സ് കൂടെ അടുത്തതായി കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ്. 2-3 മാസമേ ആയിട്ടുള്ളൂ. 1 മാസം കഴിഞ്ഞ പാടാണ് ഞാൻ കൊടുത്തിരുന്നത് ഈ വളം. ഇനിയിപ്പോൾ അടുത്തത് ഇപ്പോൾ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയായിട്ട് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഉള്ളത്. അത് കിഴങ്ങ് നല്ല രീതിയിൽ തടിച്ച് കിട്ടാനും ഒക്കെ ഉപകരിക്കപ്പെടുന്നതാണ്. നെക്സ്റ്റ് ഇനി ഇത് ഇപ്പം അതിൻ്റെ ശേഷം ഇപ്പോൾ 2ാമത്തെ വളമായിട്ട് ഇത് ചെയ്യാൻ നോക്കുകയാണ്. ഓർബിക്സ് എന്ന് പറയുന്നതിൻ്റെ ഇതേ പ്രകാരം തന്നെ 200 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ ഓർബിക്സ് 1 ലിറ്റർ ഓരോ ചെടിക്ക് വീതം ഒഴിച്ചു കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓർബിക്സ് ശരിക്കും കിഴങ്ങ് നല്ല വണ്ണത്ത് തടിച്ചു വരാനും നല്ല ടേസ്റ്റും ഉണ്ടാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ഇലകളിൽ ഇതേ ടൈപ്പ് പുള്ളി രോഗങ്ങളുണ്ടെങ്കിൽ FL 77 300 മില്ലി 15 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണ് ഇലകളിൽ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ ഈ പുള്ളിയുള്ള രോഗങ്ങൾ മാറാൻ വളരെ സഹായമാണ്.